കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കടമ്പിന്റെ പൂവും കവിതയുമായി കടമ്പിന്റെ പൂ. എന്ത് പറ്റിയേട്ടാ? എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ആലോചിച്ചതല്ല, കേൾക്കുകയായിരുന്നു. കേൾക്കുന്നോ? എന്ത് കേൾക്കുന്നു? തന്റെ പാട്ട് കേൾക്കുകയായിരുന്നു. ഞാനിപ്പോ പാടുന്നില്ലല്ലോ. നേരത്തെ പാടിയിരുന്നില്ലേ? നേരത്തെ പാടിയത് ഇപ്പൊ ഏട്ടൻ എങ്ങനെയാ കേൾക്കുന്നേ? ഇപ്പോഴും അത് കാതുകളിൽ അലയടിക്കുകയാണ്. എത്ര മനോഹരമായാണ് പാടിയത്. കേൾക്കുന്നൊരു സ്വയം മറക്കുന്ന പോലെ മധുരമുള്ള ശബ്ദമാണ് തന്റേത്. ഏട്ടൻ ഇപ്പൊ എന്നോട് പറഞ്ഞത് കുറച്ച് നേരത്തെ പറയാമായിരുന്നല്ലോ. തന്റെ പാട്ടിനെയും തന്റെ ശബ്ദത്തെയും എത്ര തന്നെ പുകഴ്ത്തിയാലും അത് ഒട്ടും തന്നെ മതിയാവില്ല. വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്നു. ഏട്ടൻ ഇത്രയും വലിയ മ്യൂസിക് ലവർ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. മ്യൂസിക്കലല്ല, തന്റെ ശബ്ദത്തില് എന്തോ ഒരു മാജിക് ഉണ്ട്. തന്റെ പാട്ടില് ഒരാത്മാവുണ്ടായിരുന്നു. വസു, അയ്യോ, ഇങ്ങോട്ട് വന്ന കാര്യം മറന്നു. ഏട്ടൻ വാ, എല്ലാവരും കഴിക്കാൻ തയ്യാറായിരിക്കുക. ഓക്കെ. വസു, പുതുമണി ചൂടി കറുകകളാടി ഏതൊരു ഓർമ്മയിൽ കടലല തേടി അരുവികളോടി ഏതൊരാശയിൽ ഈ വികാരം നെഞ്ചിരാതിൽ
ഇവരൊക്കെ ഉറക്കം എഴുന്നേറ്റോ എന്തോ. ഭാവനെ, നീ റെഡിയായോ? ആ, ഞാൻ റെഡിയായമ്മേ. ഇത് പൂജാമുറിയിലേക്ക് കൊണ്ടുപോവാ. എനിക്ക് മുന്നേ എഴുന്നേറ്റ് റെഡിയാന്ന് തോന്നുന്നു. ശരി വാ. അതുപോട്ടെ, അവർ രണ്ടുപേരും എഴുന്നേറ്റോ? ആ, ഞാൻ എണീറ്റ സമയത്ത് തന്നെ വസു എഴുന്നേറ്റു. അപ്പൊ കാർത്തിക? അവള് റെഡി ആയിക്കൊണ്ടിരിക്കുക അമ്മേ. ഒന്ന് വേഗം റെഡിയാകാൻ പറയേ. സൂര്യോദയത്തിന് മുമ്പേ പൂജ ആരംഭിക്കണം. ശരി അമ്മേ. ഞാൻ പോയി തുളസിത്തറയിൽ വിളക്ക് വെച്ചിട്ട് വരാം. കാർത്തിക ഇതുവരെയായിട്ട് എഴുന്നേറ്റില്ലല്ലോ. പിന്നെ നീ എന്തിനാ കള്ളം പറഞ്ഞേ? സത്യം പറഞ്ഞോ, ആ പാവം കാർത്തികയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടും. നീ നല്ല ആളാ. അനിയത്തെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താ, ചേച്ചി എനിക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നില്ലേ? ഓ, അങ്ങനെയാണല്ലേ. നീ പോയി പൂജാമുറിയിൽ ഇത് വെച്ച് വിളക്ക് കത്തിക്ക്. ഞാൻ പോയി കാർത്തിക എഴുന്നേപ്പിക്കാം. കാർത്തിക, കാർത്തിക, ഈ ടൈമിൽ ഇതാരാ? കാർത്തിക, കാർത്തിക. അയ്യോ, എന്താ അഖിൽ? എടി, ആരോ ഡോർ തട്ടോ, പോയി നോക്ക്. നമ്മൾ രണ്ടുപേരും ഇപ്പൊ കിടന്നതല്ലേ ഉള്ളൂ. ഇതിനിടയിൽ ആരാ വാതിൽ തട്ടുന്നേ? പോയി തുറന്നു നോക്കിയാലല്ലേ ആരെന്ന് അറിയാൻ പറ്റൂ. എന്നെ കൊണ്ട് വയ്യ അഖിൽ, നീ പോയി നോക്ക്. ദിവസം കഴിഞ്ഞു തുറന്നിന്റെ മടി കൂടിക്കൊണ്ടിരിക്കാം. പ്ലീസ് അഖിൽ, മൈ ലവ്ലി ഹബ്ബി അല്ലേ. ഇതിനൊന്നും ഒരു കുറവുമില്ല. എടുത്തി ഏടത്തിന്റെ ഈ സമയത്ത് കാർത്തിക എഴുന്നേറ്റായിരുന്നോ? റെഡിയാവുമായിരിക്കും അല്ലേ? ഏടത്തി ഇത് ആരെ കുറിച്ചായി പറയുന്നേ? വന്ന് നോക്ക്, വാ. കാർത്തിക, കാർത്തിക എഴുന്നേക്ക്. എന്താ അഖിൽ, ഈ സമയത്താണ് മിമിക്രി കാണിക്കുന്നത്? മിമിക്രി ഒന്നും അല്ല കാർത്തിക, ഞാൻ തന്നെയാ. വേഗം എഴുന്നേക്ക്, എഴുന്നേക്ക്. ഏട്ടത്തി, നിങ്ങളായിരുന്നോ? രാത്രി നിന്നോട് പറഞ്ഞതല്ലേ രാവിലെ നേരത്തെ എഴുന്നേക്കണോന്ന്. വേഗം റെഡിയാവും. 4 മണിയല്ലേ ആയിട്ടുള്ളൂ. മോർണിംഗ് ആവാൻ ഇനിയും സമയമുണ്ടല്ലോ. എന്നും 9 മണിക്ക് എഴുന്നേക്കുന്ന ഇവക്ക് ഏർലി മോർണിംഗ് 4 o'clock മിഡ് നൈറ്റ് അല്ലേ എടുത്തി? ഓൾറെഡി അമ്മ എഴുന്നേറ്റ് റെഡിയായി കഴിഞ്ഞു. വസു ഞാനും എപ്പോഴേ റെഡിയായി. അമ്മ നിന്നെ ഇങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിലേ നിന്റെ ഗുഡ് മോർണിംഗ് ഒക്കെ ബാഡ് മോർണിംഗ് ആവും. വേഗം എഴുന്നേറ്റ് റെഡിയാവ്. ഓക്കെ ഏട്ടത്തി. എടി 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 എടി, നീ വീണ്ടും കിടന്ന് ഉറങ്ങാൻ പോവാ? പ്ലീസ് അഖിൽ, ഇന്നലെ രാത്രി മുഴുവൻ വിളക്ക് കത്തിച്ച് ഞാൻ നല്ല ടയർഡ് ആയിരിക്കുക. കുറച്ചു നേരം ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. ഇപ്പൊ ഏടത്തിയാ വന്നത്. കുറച്ചു കഴിയുമ്പോ അമ്മ തന്നെ കേറി വരും. അപ്പൊ എഴുന്നേക്കോ? അയ്യോ, എന്തിനാ വെറുതെ പേടിപ്പിക്കുന്നത്? നേരത്തെ എഴുന്നേക്കണമെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്താ എഴുന്നേക്കാഞ്ഞേ? നിന്റെ അമ്മയെ ഏട്ടത്തിമാരെല്ലാം നല്ലതേ പറയൂ. കഷ്ടപ്പെടുന്നത് ഞാനല്ലേ. അതിന് മാത്രം നീ എന്താണ് കഷ്ടപ്പെട്ടെ? ഈ തണുപ്പത്ത് അതിരാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തില് കുളിക്കുക എന്ന് വെച്ചാ അതെന്ത് വലിയ ടോർച്ചർ ആണെന്ന് അറിയാവോ നിനക്ക്? അമ്മയ്ക്കും ഭാവന എടുത്തേക്കും വസു എടുത്തേക്കും ഇല്ലാത്ത കഷ്ടപ്പാട് നിനക്ക് എവിടുന്നാ? എപ്പോ നോക്കിയാലും അവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ആഹാ, നിന്നെ അന്ന് സപ്പോർട്ട് ചെയ്തില്ലേ? എന്നിട്ട് നീ എന്താ ചെയ്തേ? എന്റെ അമ്മയുടെ സാരിയിൽ ഹോൾ ഇട്ട് വെച്ചില്ലേ? ഇങ്ങനൊരു കൂട്ടുകുടുംബത്തിലെ മരുമകളാകാൻ പാടില്ല. അമ്മായിയുള്ള വീട്ടിൽ പ്രത്യേകിച്ച് പോകാൻ പാടില്ല. വസു, വിളക്ക് കത്തിച്ചല്ലേ? കത്തിച്ചു ചേച്ചി.
കാർത്തിക റെഡിയാവുന്നത് വരെ അമ്മയെ മാനേജ് ചെയ്യണം. എന്താ ഇത്? അല്ല, രാവിലെ പക്ഷികൾ ചിലക്കുന്ന ശബ്ദമല്ലേ കേൾക്കേണ്ടത്? പിന്നെ എവിടെ നിന്ന് ഈ ആന ചിഹ്നം വിളിക്കുന്ന ശബ്ദം? എവിടെ നിന്നായിരിക്കും ഈ ശബ്ദം കേൾക്കുന്നത്? ഇളയമേ, ഇളയമേ, ഓ ഇളയമേ, ഇളയമേ, എന്താടാ? എഴുന്നേക്കിളയമേ. എന്തിനടാ? അമ്മ, വലിയെടുത്തി, ഭാവനെടുത്തി എല്ലാരും എഴുന്നേറ്റു. കാർത്തിക് പോലെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇളയമ കിടന്ന് ഉറങ്ങി എങ്ങനെയാ? അത് രാവിലെ എല്ലാരും കൂടി എഴുന്നേറ്റ് എന്ത് ചെയ്യാൻ പോവാടാ? എന്തോ പൂജയാണെന്ന് തോന്നുന്നു. ഇന്നലെ വരെ കാർത്തിക മാസാണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ എന്താണോ? മാത്രമല്ല അവരൊക്കെ സുമംഗലികളല്ലേ, പൂജയൊക്കെ ചെയ്യട്ടെ. എനിക്ക് എന്തിനാടാ? ഇളയമേ സുമംഗലി തന്നെ അല്ലേ? ആ പേരിലുള്ള ഭാഗ്യം എന്റെ തലയില് വരച്ചിട്ടില്ലടാ. ഇളയമേ, എന്തായാലും ഇളയമ ഇപ്പൊ എഴുന്നേറ്റ് പറ്റൂ. ഇത്രയും സാഡീസ് എവിടുന്ന് കിട്ടിയടാ? ഇളയമയുടെ കയ്യിന്നാ. എന്തായാലും എന്റെ ഇളയമയല്ലേ, ആ ഗുണമൊക്കെ എനിക്ക് കിട്ടാതിരിക്കുവോ? എഴുന്നേക്ക്, 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 എഴുന്നേറ്റ് വാ. എന്താ രാവിലെ ഇത്ര ഒരുക്കങ്ങളൊക്കെ? എന്ത് പൂജയ്ക്ക് വേണ്ടിട്ടാ? ഇന്ന് വാതിൽപ്പടിക്ക് ഗൗരി പൂജ ചെയ്യേണ്ടത് ഇളയമേ. വാതിൽപ്പടിയിൽ ഗൗരി പൂജയോ? അതെന്ത് പൂജയാ? ഇളയമ്മ ഇതിനു മുന്നേ ഒന്നും ചെയ്തിട്ടില്ലേ? എന്റെ കെട്ടിയോൻ അതിനുള്ള ഭാഗ്യം തന്നില്ലല്ലോ. കെട്ട് കഴിഞ്ഞ് 3-ന്റെ അന്ന് അങ്ങേരങ്ങ് പോയി. ഇളയമയ്ക്ക് അറിയാത്ത വ്രതങ്ങളൊക്കെ ഉണ്ടാവോ? എല്ലാം കേൾക്കുകയും കാണുന്നല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ശരി, എപ്പോഴെങ്കിലും ചെയ്യാന്ന് വെച്ചാ എനിക്ക് പൂവും പൊട്ടും വളയൊന്നുമില്ലല്ലോ. എന്ത് ചെയ്യാനാ? നിങ്ങൾക്കുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. ദൈവം നിങ്ങളെ ഒരു രീതിയിലും എന്നെ മറ്റൊരു രീതിയിലും കാണും. അത് പോട്ടെ, വ്രതത്തെ പറ്റി ഞാൻ ചോദിച്ചല്ലോ, അത് പറ. ഇപ്പൊ അതിനൊന്നും സമയമില്ല ഇളയമേ, വേഗം പോണം. പറഞ്ഞിട്ട് പോ, എനിക്കും അറിയണം. ലേറ്റായ അമ്മ വഴക്ക് പറയും. ഇളയമൊന്ന് മനസ്സിലാക്ക്. ചേച്ചി, കാർത്തിക ഇതുവരെ കണ്ടില്ലല്ലോ. എഴുന്നേപ്പിച്ചു, ഇപ്പൊ വരുമായിരിക്കും. മുൻവാതില് നമ്മള് കോലം വരച്ചില്ലെങ്കിൽ അമ്മ വഴക്ക് പറയും. രണ്ടുപേരും എന്ത് ചെയ്തോണ്ടിരിക്കുക? വാതിൽപ്പടിയിൽ കോലം വരച്ചില്ലേ? ഇത് കഴിഞ്ഞ ഉടനെ ചെയ്യാമേ. ബ്രാഹ്മ മുഹൂർത്തത്തിൽ പൂജ ആരംഭിക്കണമെന്ന് പറഞ്ഞതല്ലേ? ഒന്ന് വേഗം ആവട്ടെ. അല്ല, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. കാർത്തിക് എവിടെ പോയി? ഒന്ന് നിന്നേ. രാവിലെ എണീക്കുന്നു, പൂജ എന്ന് പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേ നോക്ക്, ഞാൻ ഇപ്പോഴും ലേറ്റാ. നിങ്ങളോട് സംസാരിച്ചോണ്ട് അമ്മയുടെ വഴക്ക് കേൾക്കും. നിന്റെ അമ്മയുടെ വഴക്ക് കിട്ടാതിരിക്കാൻ എന്റെ കയ്യിലൊരു വഴിയുണ്ട്. ആദ്യം അത് പറ. പൂജയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങള് സൂപ്പർ ആന്റി. കാർത്തികേ, കാർത്തികേ, എത്തി.
എന്താ എടുത്തി? ഞാൻ വിളിച്ചത് ഏട്ടത്തിയല്ല, കാർത്തികയാണ്. അവളെവിടെ? കാർത്തിക പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചോണ്ടിരിക്കുക എടുത്തി. അതെന്തിനാ കാർത്തിക വിളക്ക് കത്തിക്കുന്നേ? വസു, നീ വിളക്ക് കത്തിച്ചില്ലേ? വിളക്ക് കത്തിച്ചല്ലോ അമ്മേ. നീ എങ്ങനെയാ മോളെ വിളക്ക് കത്തിച്ചേ? വെറുതെ ഒന്ന് കാട്ടിക്കൂട്ടി വന്നതല്ലേ? അതൊക്കെ അപ്പോഴേ അണഞ്ഞുപോയി. പാവം കാർത്തിക കഷ്ടപ്പെട്ട് പിന്നെ കത്തിച്ചോണ്ടിരിക്കുക. എന്താ വസു, എല്ലാ കാര്യങ്ങളും നീ അപൂർണമായിട്ടാണോ ചെയ്യുന്നേ? ഈ ജോലിയെങ്കിലും ഒന്ന് നേരെ ചെയ്യുവോ ഇല്ലയോ? ഞാൻ കണ്ടപ്പോ വിളക്ക് നന്നായിട്ട് കത്തുന്നുണ്ടായിരുന്നമ്മേ. അപ്പൊ എന്താ? ഞാൻ രാവിലെ എണീറ്റ് പല്ല് തേക്കാതെ നിന്റെ ഏടത്തോട് നുണ പറയാന്ന് വിചാരിച്ചോ? കാർത്തികേ, കാർത്തികേ, അമ്മേ ദാ വരുന്നു. ക്ഷമിക്കണോ അമ്മേ, പൂജാമുറിയിലെ വിളക്ക് കത്തിച്ച് വന്നപ്പോ താമസിച്ചു പോയി. കാർത്തികെ കണ്ട് പഠിക്ക് വസു. ചെറിയ കുട്ടിയാ, നിന്നേക്കാൾ നന്നായി ജോലി ചെയ്യുന്നു. അവനെ അമ്മേ, വസുവിനെ നീ പഠിപ്പിക്കേ. അതുപോലെ വസുവിന്റെയും കാർത്തികയുടെയും അടുത്ത് നിന്ന് വാതിൽപ്പടി പൂജ ചെയ്യിക്കേ. ആ ശരി അമ്മേ. കണ്ടില്ലേ, നീ നേരത്തെ അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലായിരുന്നോ? ഇപ്പൊ അവള് കാരണം നിനക്ക് വഴക്ക് കിട്ടി. ഇല്ല ഏട്ടത്തി, ഞാൻ സത്യമായിട്ടും. മതി, നിർത്തുന്നുണ്ടോ? പോട്ടെ ചേച്ചി, അമ്മ കാർത്തികയൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഇത്രയും നല്ലവളായ ഇതൊക്കെ കിട്ടും. സോറി ഏട്ടത്തി. എന്ത് സോറി? രാവിലെ തന്നെ വഴക്ക് കേൾപ്പിച്ചിട്ട് കുറച്ചുപോലും മനസാക്ഷി ഇല്ലേ നിനക്ക്? എന്താടി, മൂത്ത മരുമോളായതുകൊണ്ട് നീ കൊച്ചുപെണ്ണിന് വഴക്ക് പറയാ? ഇളയമ്മ എനിക്ക് വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. ചേച്ചി, വാതിൽപ്പടിയിൽ നമുക്ക് പൂജ ചെയ്യാം. വാ കാർത്തിക, നിങ്ങളാ ചെയ്യേണ്ടത്. അല്ല, വാതിൽപ്പടി പൂജ ഒന്ന് വേഗം ചെയ്തു തീർക്ക്, നിങ്ങളുടെ അമ്മായി വരാൻ നേരമായി. എട ചവിട്ടല്ലേ, സൂക്ഷിച്ചു വേണം പോവാൻ. നോക്കി തന്നെ പോകുന്നേ. എന്താ ഇതൊക്കെ? എന്തായി ചെയ്യുന്നത്? നമുക്കൊക്കെ 100,000 ജോലി ഉണ്ടോ അബി? എപ്പോഴും വീട്ടിലിരിക്കുന്നവരല്ലേ, ഇവർക്ക് വേറെ എന്ത് ജോലി ഉണ്ടാവാനാ? നീ പറഞ്ഞത് കറക്റ്റാടാ ഭാസ്കരേ. ഇളയമ്മയ്ക്കാണെങ്കിൽ ഒരു പണിയും ഇല്ലല്ലോ. ഹലോ സിംഹക്കുട്ടികളെ, നിങ്ങളുടെ കളിയാക്കലൊന്ന് നിർത്തുന്നുണ്ടോ? ഞങ്ങൾ ഇത്രയും രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടാ. അങ്ങനെ ഇപ്പൊ എന്ത് കഷ്ടപ്പാടാണോ ആവോ നമുക്ക് വേണ്ടി. ഒന്ന് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്ത് പൂജ ഏട്ടത്തി ഇത്? ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് വാതിൽപ്പടി ഗൗരി പൂജ. ഇതിനുശേഷം ഒരു പൂജ ചെയ്യും, ഗ്രാമഗൗരി വ്രതം.